പണിൻ്റെ തിരക്കാണ് കേട്ടോ. ചോറ് ഊറ്റിയെടുക്കുകയാണ്. പണി കഴിയാതെ ഇപ്പം നമ്മൾ ക്ലീൻ ആക്കിയിട്ട് കാര്യമില്ല. ഇപ്പം ആകെ അടുക്കളയൊക്കെ ആകെ അൽക്കുൽക്കാണ് കേട്ടോ. ഇപ്പം നമ്മൾ ചക്ക കൂട്ടാനൊക്കെ അരിഞ്ഞ് കിട്ടിയിരിക്കണേ. ഞാൻ കഴുകി എടുത്തിക്കണം കേട്ടോ ചക്ക. ഇനി നമുക്ക് ഇത് കുക്കർക്കാണ് ഇടുക. എന്നിട്ട് അടുപ്പത്തേക്കാണ് വെക്കുക കേട്ടോ. ഒരു കൈ കൊണ്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ഇതുവരെ നമ്മൾ സ്റ്റാൻഡ് ലെവലായി വന്നിട്ടില്ല. എല്ലാവരും ഉണ്ട്, ക്ഷമിക്കണം കേട്ടോ. സ്റ്റാൻഡൊക്കെ കിട്ടും. ഇപ്പം നിങ്ങൾ തൽക്കാലം എന്നോടൊപ്പം ഒന്ന് സഹകരിക്കും കേട്ടോ. പൊടി കൊണ്ട് ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടിയാണ് ഇട്ട് കൊടുത്തിങ്ങാണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിക്കണം കേട്ടോ. ഉപ്പ് കണ്ട് ഇട്ട് കൊടുത്തിക്കണേ. ഇപ്പം വേവണ ചക്കയാണ്. 2 വിസിലിന് തന്നെ ചിലപ്പം വേവും. അപ്പം വെന്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ബാക്കി ഭാഗങ്ങളൊക്കെ. നമ്മൾ ചക്ക ഇവിടെ വെന്ത് കിട്ടിയിരിക്കണേ. അതിക്കുള്ള അരപ്പ് കേട്ടോ. നല്ല ജീരകം, പച്ചമുളക്, ഉള്ളി, ചെറുള്ളി ഒരു ഇതെടുത്തിക്കണ്, പിന്നെ വെളുത്തുള്ളി ഒരു എടുത്തിക്കണം കേട്ടോ. എന്നിട്ട് നല്ലോണം ഒരു ഇത്തിരി കുരുമുളക് ചേർത്തിക്കണേ. കുരുമുളക് ചേർത്താൽ നല്ല ടേസ്റ്റാണ്. ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം കേട്ടോ. ഞാൻ ചേർത്തിക്കണം, എനിക്കിഷ്ടമാണ്. ഇത് ചക്ക നല്ലോണം ഇതായി എന്താ പറയുക ഉടഞ്ഞു കേട്ടോ, അലിഞ്ഞു പോയി. ഏതായാലും നല്ല ടേസ്റ്റ് ആയിക്കാരെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ചട്ടിക്ക് ഈ വെളിച്ചെണ്ണ കൊണ്ട് ഒഴിച്ച് കൊടുത്തിക്കണം കേട്ടോ. ഇട്ട് കൊടുക്കാം. അതുകൊണ്ടേ ഞാൻ 2 ഇല കരിവേപ്പിൻ്റെ ഇല അങ്ങോട്ട് ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. പൊട്ടി കഴിയട്ടെ. അപ്പോൾ കുറച്ച് മഞ്ഞ കളർ കുറവുണ്ട് കേട്ടോ. ഞാൻ നല്ലോണം മഞ്ഞൾ ഇട്ടിട്ടില്ല. മഞ്ഞൾപ്പൊടി കേട്ടോ, കുറച്ച് മഞ്ഞൾപ്പൊടി കുറവുണ്ട്. നമ്മളിവിടെ കുറച്ച് മത്തിക്കറി വെക്കാൻ പോവുകയാണ് കേട്ടോ ചക്കയ്ക്ക്. അതിനായിട്ട് ചട്ടി ഞാനിവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 മണി ഉലുവ, 2 മണി കടുകും ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ ഇങ്ങനെയാണ് വെക്കണത്. ഇപ്പം നമുക്ക് മുളക് ഇടുകയാണ് ചക്കയ്ക്ക്. അപ്പോൾ വലിയൊരു ആർഭാടാക്കിയൊന്നും ഉണ്ടാക്കണ്ട. ഒരു മീഡിയം വെപ്പൊക്കെ വെച്ചിട്ട് മീൻ കറിക്ക് നമുക്ക് കൂട്ടാം. ഇത് തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി കേട്ടോ. അതായത് കൊച്ചുള്ളി എന്നൊക്കെ പറയില്ലേ. അപ്പം നമുക്ക് ആ പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത്തിരി പുളിവെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. മണക്കീണ് കണ്ടോ. ആഹാ, തിളച്ചിക്കണം കേട്ടോ. സംഭവം തിളച്ചു. ഇനി ഇതിലേക്ക് നമുക്ക് ഇത്തിരി മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ലേശം കറിവേപ്പിലയും കൂടി ഇട്ടെടുക്കട്ടെ. അപ്പോൾ നമ്മൾ ചക്കക്കൂട്ടാനും തിരി ചോറും കഴിക്കാൻ പോവുകയാണ് കേട്ടോ. എല്ലാവരും ഇങ്ങോട്ട് പോന്നോളി. നല്ല അടിപൊളി മീൻ കറി ചക്കക്കൂട്ടാനുണ്ട് കേട്ടോ. അപ്പോൾ സൂപ്പറാണേ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് ഈ പയഞ്ചക്ക ആയതുകൊണ്ട് നല്ല മത്തിക്കറിയെ നല്ല ടേസ്റ്റാണ്.
അപ്പം എല്ലാവരും പോന്നോളി കേട്ടോ. കുറേശ്ശെ ചക്ക കൂട്ടാനും മീൻ കറിയൊക്കെ കഴിക്കട്ടോ. പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കേട്ടോ. പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. പിന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പം എന്നാൽ ഇനിയും മറ്റു വീഡിയോകളൊക്കെ ആയിട്ട് നിങ്ങളെ മുന്നിൽ വരും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും ട്ടോ.